Hello my lovelies, welcome back to my channel. എൻ്റെ പേര് അഭിന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി ഹെയർ സ്റ്റൈൽസിന് മാത്രമായിട്ടാണ്. അത് കുറച്ച് കൂടി പോയില്ലേ. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, hold. Hello my lovelies, welcome back to my channel. എൻ്റെ പേര് അഭിന. ഇന്നത്തെ വീഡിയോ ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും എപ്പോഴും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓരോ തരം ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു സാരി ഹെയർ സ്റ്റൈലാണ്. ഒരെണ്ണല്ല, ഒരു 4 ഉണ്ട്. എനിക്ക് അത്ര ഓർമ്മയില്ല എത്ര ഞാൻ എടുത്തതെന്ന്. അപ്പോൾ അത്രയും ഹെയർ സ്റ്റൈൽസ് ആണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എവിടെ പോകുന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും, എവിടെ പോകുന്നുണ്ടെങ്കിലും. ഓക്കെ, എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ സാരി ഉടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റിയ കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ കാണാൻ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. ആദ്യം മുടി ഏതെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ വാർന്നെടുക്കുക. വാർന്നതിന് ശേഷം ഞാനൊരു പൂഫ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ക്രൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് ഒരു പൂഫ് മാതിരി ആക്കി വെച്ചിട്ടുണ്ടാവുക. ആ മുടി എന്നിട്ട് ബാക്കിൽ നിന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബാക്കിൽ നമ്മൾ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ നമ്മളുടെ നോർമലായിട്ടുള്ള പ്ലേറ്റിംഗ് ഇല്ലേ, ബ്രെയ്ഡിങ്, നമ്മുടെ 3 സ്ട്രാൻഡ് ബ്രെയ്ഡിങ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും മുടി ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് മിഡിലേക്ക് കൂടി ക്രോസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഒരു ചെറിയ പീസ് ഓഫ് മുടിയും കൂടെ ആഡ് ചെയ്തിട്ട് ക്രോസ് ചെയ്യുക. അതേമാതിരി തന്നെ റൈറ്റിലത്തെ മുടിയെടുത്ത് മിഡിലേക്ക് കൂടി ക്രോസ് ചെയ്യുന്ന സമയത്ത് റൈറ്റിൽ നിന്നും കുറച്ചൊരു ചെറിയ പീസ് മുടിയെടുക്കുക, എന്നിട്ട് അത് ഒരുമിച്ച് ക്രോസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് പോയാലാണ് നമ്മൾ ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്തു എന്ന് പറയാം. ഫ്രഞ്ച് ബ്രെയ്ഡിങ്ങിന് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവർ അതെന്തായാലും കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. എന്നെ അതിലൊരു ഡൗട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ബ്രെയ്ഡിങ് ഞാൻ എൻ്റെ നെക്ക് ഏരിയ വരെയാണ് ചെയ്തിട്ടുള്ളത്. നെക്ക് ഏരിയ വരെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈ ചെയ്യുകയാണ്. റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെടുക്കാം, ഏതെങ്കിലും കളറായാലും കുഴപ്പമൊന്നുമില്ല. സാരീൻ്റെ മാച്ചിങ് ആയ കളറാവാം. ഞാനിവിടെ കറുപ്പ എടുത്തിട്ടില്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. നമ്മളെ ഫേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ഇടാം. രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സൈഡ് സെക്ഷനാണ് എടുക്കുന്നത്. ഇഷ്ടമുള്ള സൈഡിലേക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ സൈഡ് എടുത്ത് വെച്ച മെയിനായിട്ട് നമ്മുടെ ഭാഗം വരില്ലേ, ആ ഭാഗത്തുനിന്ന് കുറച്ച് മുടി ബാക്കിൽ നിന്ന് എടുക്കുക. ഫ്രണ്ട് എന്നല്ല, ബാക്കിൽ നിന്ന് എടുത്തതിന് ശേഷം അതിനെ അഗൈൻ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നേരത്തെ ഫ്രഞ്ച് ബ്രെയ്ഡിൽ 2 ഭാഗത്തുനിന്നും അല്ലേ നമ്മൾ മുടി ഇൻസേർട്ട് ചെയ്ത് കൊടുത്തേ, ഇവിടുന്ന് ഒരൊറ്റ ഭാഗത്തുനിന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. ആദ്യം ഒരു 2 പ്രാവശ്യമെങ്കിലും നോർമലായിട്ടുള്ള ബ്രെയ്ഡ് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങുക. നമ്മളുടെ ഇപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻസ് ഇൻസേർട്ട് ചെയ്ത് ബ്രെയ്ഡ് ചെയ്ത് നമ്മളുടെ ചെവീൻ്റെ ഏരിയ വരെ അങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, കുറേ പേര് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ. അതിന് ശേഷം ആ ഒരു ചെവി ഏരിയ വരെ നമ്മൾ ബ്രെയ്ഡ് ചെയ്യുമ്പം ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം വരുന്ന മുടി നോർമലായിട്ട് ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി കുറച്ചൊരു ലെങ്ത് വരെ നോർമലായിട്ട് ബ്രെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ടിക് ടാക്ക് ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് ബാക്കിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അകത്തായിട്ട് ടിക് ടാക്ക് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ടിക് ടാക്ക് ക്ലിപ്പ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാവില്ല. ആ മുടി വെച്ച് അതിങ്ങനെ മറിഞ്ഞ് കിടക്കും. അപ്പോൾ ഒരു സൈഡായി കണ്ടില്ലേ. ഒരു സൈഡായതിന് ശേഷം കുറച്ചൊന്ന് ഹെയർ വലിച്ചു കൊടുക്കുക. വലിക്കുമ്പോൾ നമുക്ക് നല്ലൊരു വോളിയം തോന്നിക്കും. അങ്ങനെ ഭയങ്കര ഒട്ടിച്ച് പറ്റിച്ച് കിടക്കുന്ന പോലെ ഒന്നും തോന്നില്ല. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് കളിക്കാം.
അടുത്ത സെക്ഷൻ എടുത്തിട്ട് വെറുതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. കുറച്ച് ഹെയർ മുന്നിൽ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിൽ അതേമാതിരി തന്നെ കുറച്ച് മുടിയെടുത്ത് മാറ്റുക. എന്നിട്ട് ടിക് ടാക്ക് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫ്ലോലെസ് ആയിട്ട് ഇങ്ങനെ ഇതാ എന്താ രസമല്ലേ, മൊഞ്ച് തേ ഇങ്ങനെ കിടക്കും. അടുത്ത ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ള എല്ലാ മുടിയും, ഫ്രണ്ടിലുള്ള മാത്രമേ, ബാക്കിൽ നിന്നൊന്നും എടുക്കണ്ട, ഫ്രണ്ടിലുള്ള മുടിയൊക്കെ ബാക്കിലേക്ക് എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്യാം. ഞാൻ ഇതേ ഹെയർ സ്റ്റൈൽ വേറെ ഏതോ വീഡിയോയിൽ ചെയ്തതിന്, അത് നിങ്ങൾ കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിതിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോണിറ്റെയിൽ ആക്കിയതിന് ശേഷം നമ്മളുടെ ആ ഹെയറുള്ള ഭാഗത്ത് നമ്മളൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഹോളിലേക്ക് കൂടി മുടി ഇങ്ങനെ എടുത്തുള്ളിലേക്ക് കൂടി കൊണ്ടുവരിക. അന്നേരം ഇപ്പോൾ കണ്ടൊരു പാറ്റേൺ കണ്ടോ, നല്ല രസമില്ലേ? എത്ര എളുപ്പത്തിൽ ആ പാറ്റേൺ വന്നല്ലേ. എല്ലാവരും ആയിരിക്കും എന്തോ ചുരുക്കി എടുത്തതാന്ന്. പക്ഷെ എളുപ്പത്തിൽ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കുക, അതിലേക്ക് കൂടി മുടിയുള്ളത് ഇടുക. എളുപ്പത്തിൽ സിമ്പിളായിട്ട് നടന്നു. ഇതാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. ആഹാ, വിചാരം അപ്സരസാണെന്നാണ്. അതിനുശേഷം നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ മിഡിൽ സെക്ഷൻ എടുത്തിട്ട് കുറച്ച് മുടി മുന്നിൽ നിന്ന് എടുത്തിട്ട് അത് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് ടിക് ടാക്ക് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യാം. ഇവിടെ ഞാൻ മുടിയൊന്നും എടുത്ത് മാറ്റി ടിക് ടാക്ക് ക്ലിപ്പ് ഒളിപ്പിക്കുന്ന രീതിയിലൊന്നും അല്ല ചെയ്യുന്നത്, അത് കാണുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നത്. അതിനുശേഷം റൈറ്റ് സൈഡും അതേമാതിരി ചെയ്യുക. റൈറ്റ് സൈഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ടിക് ടാക്ക് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുക. വേണമെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ തന്നെ വിടാം, അല്ലെങ്കിൽ കാണാം ഇതേമാതിരി മുടി മൊത്തം എടുത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് ഇടുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ ലെഫ്റ്റ് സൈഡാണ്, ബിക്കോസ് എനിക്ക് എപ്പോഴും എൻ്റെ ലെഫ്റ്റ് സൈഡ് ഭയങ്കര രസമായിട്ടാണ് തോന്നാറ്. അതിനുശേഷം നമ്മൾ 2 സെക്ഷൻസായി എടുത്തു. 2 സെക്ഷൻസായി എടുക്കുമ്പോൾ തന്നെ മുടി കുറച്ച് ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇത് ഞാൻ ഫിഷ് ടെയിൽ ബ്രെയ്ഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫിഷ് ടെയിൽ ബ്രെയ്ഡ് ചെയ്യേണ്ട ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവർ എന്തായാലും അവിടെ പോയി നോക്കുക. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്ഷനിലും കുറച്ച് മുടി എടുത്തിട്ട് അപ്പുറത്തെ സെക്ഷനിലേക്ക് ഇടുകയാണ്. ദാറ്റ് ഈസ്, ഇപ്പം ഞാൻ ലെഫ്റ്റ് എന്നൊരു ചെറിയ പീസ് ഓഫ് ഹെയർ എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ റൈറ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ഞാൻ റൈറ്റിൽ നിന്ന് ചെറിയൊരു പീസ് ഓഫ് ഹെയർ എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കും. എളുപ്പപ്പണിയാണ്, വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് താഴത്ത് വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫിഷ് ടെയിൽ ബ്രെയ്ഡ് ആവും. എന്തായാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പോയി നോക്കുക, അന്നേരം എന്തായാലും മനസ്സിലാവും. പിന്നെ ഇപ്പോൾ കുറച്ചൊരു മുടിയെല്ലാം ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടായിന്, അതെല്ലാം അങ്ങ് താത്തി ഇങ്ങനെ നമ്മളൊന്ന് തൊട്ട് ശരിയാക്കിയാൽ മതി. അത്ര വലിയ പണിയൊന്നുമില്ല അത്. അങ്ങനെയൊക്കെ വരും. നമ്മൾക്കിപ്പോൾ നോർമലി ചെയ്യുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ശരിയാവുന്നതായിരിക്കും. മുന്നിലൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കത് ഊരിയിട്ട് നമ്മളെ മുഖത്ത് ഫേസ് ഫ്രെയിമിങ് മാതിരി ഇടാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളൊരു ലെങ്ത്ത് വരെ പ്ലേറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്തു. എന്നിട്ട് ഒന്ന് നല്ലോണം തടി തോന്നിക്കാൻ, ഇപ്പം തിന്നായിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ കുറച്ച് തടി തോന്നിക്കാൻ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പുള്ള് ചെയ്ത് കൊടുക്കുകയാണ് ബ്രെയ്ഡ്. പുള്ള് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് വേണ്ടത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക്. ഈ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, ചിലതുണ്ടാവും. പക്ഷേ അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അതിനകത്ത് ഞാൻ ആ ഒരൊറ്റ ഹെയർ സ്റ്റൈൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്തത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വലിയ പണിയൊന്നുമില്ല. അത് അങ്ങ് ചെയ്താൽ മതി. കുറച്ചൊരു പ്രാക്ടീസ് വേണം, അല്ലാതെ കിട്ടില്ല.
ഞാൻ തന്നെ എന്താണ് 4 സ്ട്രാൻഡ് ബ്രെയ്ഡും 3 സ്ട്രാൻഡ് ബ്രെയ്ഡൊക്കെ ചെയ്യുമ്പോൾ അത് ആദ്യം കിട്ടാറൊന്നും ഉണ്ടായിട്ടില്ല. അതിങ്ങനെ ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് പറയുക. ഇനിയും കുറേ വീഡിയോസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇനിയും കുറേ നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുക. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് മീ അഭിന സൈനിങ് ഓഫ്. ബൈ. ലവ് യു ഓൾ.